Good morning. Sequences and series in the module ആണ്. അതിൽ ആദ്യം നമുക്ക് വരുന്നത് സീക്വൻസിന്റെ ഡെഫിനിഷൻ ആണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഒരു 1-1 കറസ്പോണ്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ എഴുതുന്നതിനാണ് ഞാൻ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് നമ്പേഴ്സ് എടുത്തിട്ട് കൃത്യമായി ഒരു ഓർഡറിങ് കൊടുക്കുന്നു. x1, x2, x3, x4 എക്സെട്ര. അങ്ങനെ ഒരു ഓർഡറിൽ എനിക്ക് വേണ്ട സെറ്റ് ഓഫ് നമ്പേഴ്സിനെ എഴുതുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മൾ റിയൽ അനാലിസിസിന്റെ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ റിയൽ അനാലിസിസിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ റിയൽ സീക്വൻസ് ആണ്. അതായത് റേഞ്ച്, ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ഒരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റില് 1-നെ ഞാൻ x1-ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2-നെ x2-ലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എനിക്ക് സീക്വൻസിനെ കാണാം. അങ്ങനെ ഫംഗ്ഷൻ ആയി കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ഈ മൊഡ്യൂളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഫ്രം എൻ ടു ആർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എക്സ് എൻ എന്നുള്ളതാണ് അതിന് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഇത് ഒന്നുകിൽ എനിക്ക് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. എഫ് ഓഫ് എൻ ഈക്വൽ ടു 2n എന്ന് പറഞ്ഞ് എഴുതിയാൽ nth ടേം 2n ആയിട്ട് വരുന്ന സീക്വൻസ് ആണ് എന്ന ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ടേംസിന് എനിക്ക് സ്പെസിഫിക് വാല്യൂസ് എഴുതിയിട്ട് പറയാം. അതായത് ഞാനൊരു റൗണ്ട് ബ്രാക്കറ്റ് തുടങ്ങിയിട്ട് അതിന്റെ ഉള്ളില് 2, 5, 7, 9 എക്സെട്ര അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ആ നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്യാണ് അല്ലെ. അങ്ങനെ നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് എനിക്ക് സീക്വൻസ് എഴുതാൻ പറ്റും. പിന്നെ അല്ലാതെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു, റെക്കർസീവ് ഡെഫിനിഷൻ. ഇപ്പൊ നമ്മൾ ഫിബൊനാച്ചി സീക്വൻസിലൊക്കെ കാണുന്നത് അതാണ് അല്ലെ, റെക്കർസീവ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഒന്നുകിൽ ഫസ്റ്റ് ടേം തരുന്നു, എന്നിട്ട് ആ ഫസ്റ്റ് ടേം ഉപയോഗിച്ച് നെക്സ്റ്റ് ടേം xn+1 എന്ന് പറയുന്നത് xn-നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. xn+1 ഈക്വൽ ടു 1/xn എന്ന് എഴുതിയാൽ അതൊരു റെക്കർസീവ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഞാൻ 2 എന്നുള്ള നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 2, അടുത്തത് എന്ത് വരും? 1/2 എന്ന് വരും. അതിന്റെ അടുത്തതോ 1/1/2, അതായത് 2 എനിക്ക് തിരിച്ചു കിട്ടും. അടുത്ത 1/2 എന്ന് വരും. ഇപ്പൊ 2, 1/2, 2, 1/2, 2, 1/2 എക്സെട്ര എന്നുള്ള സീക്വൻസിന്റെ ഒരു റെക്കർസീവ് ഡെഫിനിഷൻ ആണ് x1 ഈക്വൽ ടു 2, xn+1 ഈക്വൽ ടു xn/2 എന്ന് എഴുതുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് റെക്കർസീവ് ആയിട്ടും സീക്വൻസുകളെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് പിന്നെ നമ്മൾ കൊടുത്തിരുന്നു. ഒരേ ടേം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക, ബി 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 എക്സെട്ര, അല്ലെങ്കിൽ 1 1 1 1 എക്സെട്ര, 2 2 2 2 എക്സെട്ര എന്നൊക്കെ എഴുതുന്ന സീക്വൻസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഒറ്റ ടേം മാത്രം റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു നമ്പർ അതിന്റെ പവേഴ്സ് അങ്ങനെ എഴുതി പോകുന്ന സീക്വൻസ്, ബി, ബി സ്ക്വയർ, ബി ക്യൂബ്, ബി റേസ് ടു 4 എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതി പോകുന്ന സീക്വൻസിനെ നമ്മൾ പവർ സീക്വൻസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു റെക്കർസീവ് ഡെഫിനിഷന്റെ എക്സാമ്പിൾ ആണ് x1 ഈക്വൽ ടു 2, xn+1 എന്ന് പറയുന്നത് xn+2 എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 2 + 2 4 വരും, +2 6 വരും, +2 8 വരും. അങ്ങനെ എനിക്ക് ഈവൺ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് കിട്ടും. ഇത് ഇറ്ററേറ്റീവ് ഡെഫിനിഷൻ ആണ്. ഫിബൊനാച്ചി സീക്വൻസ് ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻവയോൺമെന്റൽ മാത്തമാറ്റിക്സ് പേപ്പറിൽ കാണുന്നുണ്ട് അല്ലെ. അതിന്റെ ഇറ്ററേറ്റീവ് ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. f1 ഈക്വൽ ടു 1, f2 ഈക്വൽ ടു 2. അവിടെ രണ്ട് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് nth ടേം പറയുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ രണ്ട് ടേംസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഒന്നാമത്തെ രണ്ടാമത്തെ 1 1 അത് ഈക്വൽ ആയിട്ട് എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്യണം 1 2 എന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ തന്നെ റെക്കർസീവ് ഡെഫിനിഷൻ കൊടുത്താൽ അത് ഒരു ലൂക്ക സീക്വൻസ് ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഡിഫൈൻ ചെയ്യാം, അതും പെർമിറ്റഡ് ആണ്. ഓക്കെ, ഇനി ഈ ഡെഫിനിഷൻ ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ വരുന്നത്, ലിമിറ്റ് ഓഫ് എ സീക്വൻസ്. xn എന്ന് പറയുന്ന സീക്വൻസ് x എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ എക്സിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താൽ ഒരു സ്റ്റേജിന് ശേഷം വരുന്ന സീക്വൻസിലെ എല്ലാ ടേംസും ആ നെയ്ബർഹുഡിന്റെ ഉള്ളിൽ നിൽക്കണം. ഇതാണ് ഡെഫിനിഷൻ. അതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നു? എക്സിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ നിൽക്കണം. അതാണ് എന്ത്? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എക്സിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലായിരിക്കണം xn. എപ്പം മുതല്? ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാം അല്ലെ. ആ സ്റ്റേജിനെയാണ് നമ്മൾ k ഓഫ് എപ്സിലോൺ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്.
n greater than or equal to k of epsilon ആണെങ്കിൽ k of epsilon മുതൽ അങ്ങോട്ടുള്ള എല്ലാ xnകളും xന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലാണ്. അപ്പൊ സീക്വൻസ് xന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ xനെ ഞാൻ ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് വിളിക്കും. സീക്വൻസ് xn xലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയും. അതിന് പല പല നൊട്ടേഷൻസ് ഉണ്ട്. ലിമിറ്റ് x ഈക്വൽ ടു x, ലിമിറ്റ് ക്യാപിറ്റൽ x ഈക്വൽ ടു സ്മോൾ x അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ലിമിറ്റ് xn ഈക്വൽ ടു സ്മോൾ x അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ xn കൺവേർജസ് ടു x എന്ന് എഴുതാം. ഇതിന്റെ ഒക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. സീക്വൻസ് xnന്റെ ലിമിറ്റ് x ആണ്, അഥവാ സീക്വൻസ് xn xലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പല നൊട്ടേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു പുതിയ ഡെഫിനിഷൻ കൊണ്ടുവന്നു, ലിമിറ്റ് എന്നുള്ള ഒരു പുതിയ ഡെഫിനിഷൻ കൊണ്ടുവന്നു. പുതിയ ഡെഫിനിഷൻ കൊണ്ടുവന്ന ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? അത് ആ ഡെഫിനിഷൻ നല്ലതാണോ, യുണീക്ക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. ഏത് സീക്വൻസ് തന്നാലും അതിന് യുണീക്ക് ലിമിറ്റേ ഉള്ളൂ. ഒറ്റ ലിമിറ്റ് ഉണ്ടെങ്കിൽ, ലിമിറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എല്ലാ സീക്വൻസുകളും കൺവേർജന്റ് ആണെന്നോ എല്ലാവർക്കും ലിമിറ്റ് ഉണ്ടെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. ലിമിറ്റ് ഉണ്ട് എങ്കിൽ അത് യുണീക്ക് ആണ് എന്ന് പറയുന്ന തിയറമാണ് അടുത്തത്. യുണീക്നെസ് ഓഫ് ലിമിറ്റ്സ് എന്നാണ് ഈ തിയറത്തിന് പറയണേ. എ സീക്വൻസ് ഇൻ ആർ ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അറ്റ്മോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ റീസ്റ്റേറ്റ് ചെയ്യാം? എ കൺവേർജന്റ് സീക്വൻസ് ഇൻ ആർ ഹാസ് എ യുണീക്ക് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ റീസ്റ്റേറ്റ് ചെയ്യാം. കൺവേർജന്റ് ആണ് എങ്കിൽ ലിമിറ്റ് യുണീക്ക് ആണ് എന്ന് അഷ്യൂർ ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ വേണമെങ്കിൽ ഇതിനെ റീസ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്? യുണീക്ക് ആണെന്ന് കാണിക്കാൻ രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും, അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സും എക്സ് ഡാഷും രണ്ട് ലിമിറ്റുകളാണെന്ന് വിചാരിക്കുക. എക്സ് ലിമിറ്റ് ആയതുകൊണ്ട് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എനിക്ക് ഒരു കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ആ കെയുടെ പ്രോപ്പർട്ടി എന്താണ്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ നമ്പർ, എനിക്ക് ഏത് സ്മോൾ നമ്പർ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഞാൻ എപ്സിലോൺ ബൈ 2 എന്നുള്ള പോസിറ്റീവ് സ്മോൾ നമ്പർ എടുക്കുന്നു. എന്തിനു വേണ്ടി? അവസാനം സമ്മ എപ്സിലോണിന് ആക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ അതിന് കേട്ടോ. സോ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡാഷ്. അതുപോലെ തന്നെ എക്സ് ഡാഷും ലിമിറ്റ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു കെ ഡബിൾ ഡാഷ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കെ ഡാഷ് നൊട്ടേഷൻ ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. നൊട്ടേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡാഷ്. അപ്പൊ ഇത് ട്രൂ ആവണത് കെ ഡാഷിനേക്കാൾ വലുതാവുമ്പോൾ, രണ്ടാമത്തത് ട്രൂ ആവുന്നത് കെ ഡബിൾ ഡാഷിനേക്കാൾ വലുതാവുമ്പോൾ. അപ്പൊ ഇതിൽ രണ്ടില് വലുത് ഏതാണോ അതിനെ ഞാൻ കെ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് ഇത് രണ്ടും ട്രൂ ആയിരിക്കും. കെ ഡാഷ് കെ ഡബിൾ ഡാഷ് ഈ രണ്ടെണ്ണത്തിനേക്കാൾ വലുതാണ് ഞാൻ കെ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഇനീക്വാലിറ്റിയും അവിടെ ട്രൂ ആയിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ അതിനെ മാക്സിമം ആയിട്ട് ചൂസ് ചെയ്തത്. ആ സ്ഥലത്ത് എനിക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇടയിൽ ഒരു മൈനസ് എക്സ് എന്നും പ്ലസ് എക്സ് എന്നും കയറ്റി. അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂ അല്ലെ. എന്നിട്ട് ഇതിന് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഡാഷ് എന്ന് വരും. ഫസ്റ്റ് ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, സെക്കൻഡ് ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. നമ്മുടെ ഇക്വേഷൻ 1 2 ആണ് ഇത് കിട്ടുന്നത്. വെച്ച് ഇതിന്റെ സം എടുത്താൽ എപ്സിലോൺ കിട്ടും അല്ലെ. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് കിട്ടി. അതുകൊണ്ട് എക്സ് മൈനസ് എക്സ് ഡാഷ് 0 ആണ്. ഇത് 0 അല്ലെങ്കിൽ എന്താ പ്രശ്നം? മോഡ്യൂൾ 1 നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ അത് ഇവിടെ വീണ്ടും ഒന്നും കൂടി പറയാം. എക്സ് മൈനസ് എക്സ് ഡാഷ് മോഡുലസ് ആണ് എടുക്കുന്നത്. അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് ഡാഷ് ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ അതിന്റെ പകുതിയെ ഞാൻ എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്താൽ എപ്സിലോൺ മോഡ് എക്സ് മൈനസ് എക്സ് ഡാഷ് ബൈ 2 അതിനെയാണ് ഞാൻ എപ്സിലോണിന് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എക്സ് മൈനസ് എക്സ് ഡാഷ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആവില്ലേ? ഇതിന്റെ പകുതിയാണ് ഞാൻ എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ വരും. അങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എക്സ് മൈനസ് എക്സ് ഡാഷ് പോസിറ്റീവ് ആണ് എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് എക്സ് മൈനസ് എക്സ് ഡാഷ് 0 ആയേ പറ്റുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ആണ് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. അല്ല നിങ്ങൾക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ പ്രൂഫ് ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. എന്തായാലും എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് ആണ്. അപ്പൊ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണ് എന്ന് നമുക്ക് കിട്ടി.
ഇനി അടുത്ത ഈ തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആസ് സച്ച് അത്ര ഇമ്പോർട്ടന്റ് അല്ല, വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ തിയറത്തിന്റെ ഉദ്ദേശം ഇതാണ്. ഇനി നമ്മൾ അങ്ങോട്ട് കൺവേർജൻസിന്റെ പ്രോബ്ലംസിലേക്കാണ് കടക്കുന്നത്. അപ്പൊ സീക്വൻസ് എക്സ് അല്ലെങ്കിൽ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറത്തില് ഈക്വലന്റ് ഫോംസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എക്സ് കൺവേർജസ് ടു എക്സ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, given epsilon greater than 0 there exists a natural number k such that for every n greater than or equal to k modulus of xn minus x is less than epsilon എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലന്റ് ആണ്, ഇതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്കിത്. മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും അല്ലെ. ത്രൂ ഔട്ട് ഒരു എക്സ് കൊണ്ട് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നതാണ് എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന്. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ കാണിച്ചാലും മതി, എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് കാണിച്ചാലും മതി. അപ്പോഴും എനിക്ക് കൺവേർജൻസ് കിട്ടും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും എന്തിനോട് ഈക്വലന്റ് ആണ്, എക്സ് എൻ എക്സിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലാണ് എന്ന് പറയുന്നതിനോട് ഈക്വലന്റ് ആണ്. അത് വെച്ചിട്ട് എനിക്കൊരു മൂന്നാമത്തെ രീതിയും കൂടി കിട്ടുകയാണ് കൺവേർജൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട്. കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എക്സ് എൻ എലമെന്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എക്സ് എന്ന് കാണിച്ചാലും മതി. ഇത് മൂന്നും ശരിക്കും ഒന്ന് തന്നെയാണ്, മൂന്ന് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എക്സ് എൻ എക്സിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലാണ്. അതേപോലെ ഈ ഇനീക്വാളിറ്റി സ്പ്ലിറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഇനീക്വാളിറ്റി. അപ്പൊ ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ പ്രൂവ് ചെയ്യണം. ആ പ്രൂഫാണ് ഞാനിപ്പോ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞത്. ഇത് ഡെഫിനിഷൻ ആണ്, എക്സ് കൺവേർജസ് ടു എക്സിന്റെ ഡെഫിനിഷൻ ആണ് ബി. അപ്പൊ ബൈ ഫ്രം ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് എ ഇംപ്ലൈസ് ബി എന്നുള്ളത് കിട്ടും. മറ്റേത് രണ്ടിന്റെയും ഈക്വലൻസ് ആണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി വരുന്നത് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ലിമിറ്റ് 1/n ഈക്വൽ ടു 0 എന്ന് എനിക്ക് കാണിക്കണം. ഇത് നമ്മൾ ഇവിടെ കാണിച്ചിട്ട് ഇനി അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ലിമിറ്റ് 1/n 0 ആണെന്നുള്ളത്. ലിമിറ്റ് 1/n 0 ആണെന്ന് കാണിക്കാൻ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ആണ് ഉപയോഗിക്കുന്നത്. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് ഏത് എപ്സിലോൺ തന്നാലും I can find a natural number k such that 1/k is less than epsilon. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇതല്ലല്ലോ എന്ന് തോന്നാം. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്, ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റിയൽ നമ്പറിന് പകരം എന്തെടുക്കും, 1/epsilon എന്നുള്ള റിയൽ നമ്പർ എടുത്താൽ അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ k ഉണ്ട്. 1/epsilon വലിയ k ഗ്രേറ്റർ ദാൻ 1/epsilon. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് നേരെ തിരിയില്ലേ, അപ്പൊ കിട്ടുന്നതാണ് 1/k ലെസ് ദാൻ എപ്സിലോൺ. ഇത് നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി ആയിട്ട് എഴുതിയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഫ്രം ദി കൊറോളറി ടു ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ നേരിട്ട് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്ക് 1/k ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന വിധത്തിൽ ഒരു k ചൂസ് ചെയ്യാൻ പറ്റും. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആണ്. 1/k ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിലാണ് നമ്മുടെ കെയുടെ ചോയ്സ്. അപ്പൊ എനിക്ക് 1/n എപ്സിലോണിനേക്കാൾ ചെറുതാണ്. 1/n എപ്സിലോണിനേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1/n മൈനസ് 0. ഇത് നമ്മൾ എന്തിനാ എടുത്തേ, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എനിക്ക് കാണിക്കേണ്ടത് അല്ലെ. സീക്വൻസ് എക്സിന്റെ സ്ഥാനത്ത് 1/n, ലിമിറ്റിന്റെ സ്ഥാനത്ത് 0. അതുകൊണ്ടാണ് ഞാൻ മോഡുലസ് ഓഫ് 1/n മൈനസ് 0 എന്നിവിടെ എഴുതുന്നത്. മോഡുലസ് ഓഫ് 1/n മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, 1/n തന്നെയാണ്. അത് ലെസ് ദാൻ എപ്സിലോൺ ആണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് 1/n ലിമിറ്റ് 0 ആണ്. ഓക്കെ, ആ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഏതെങ്കിലും ഒരു ഫോമിൽ ചോദിക്കാറുണ്ട് എപ്പോഴും. ഇനി അടുത്തത് വരുന്നത് ലിമിറ്റ് 1/n² + 1 0 ആണ്. ലിമിറ്റ് 1/n² + 1 0 ആണെന്നുള്ളതിന് ആദ്യം നമ്മൾ n² ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ 1ഓ അതിനേക്കാൾ വലുതോ അല്ലേ, അതുകൊണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്പർ വലുതാവുകയാണ് ചെയ്യുക. അപ്പൊ n എപ്പോഴും n² ചെറുതായിരിക്കും. n² കൂടെ ഒരു 1 കൂട്ടിയാൽ അതല്ലേ വീണ്ടും വലുത്. സോ എനിക്ക് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² + 1 എന്ന് ഒരു ഇനീക്വാളിറ്റി ഉണ്ട്.
ഈ ഇനീക്വാളിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്യും. സോ 1/n² + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n. അതിൽ എനിക്ക് ഒന്നാമത്തെയും മൂന്നാമത്തെയും ആണ് വേണ്ടത്. സോ 1/n² + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n എന്ന് എടുക്കുന്നു. ഇനി 1/n 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k such that 1/n is less than epsilon for every n greater than or equal to k. 1/n² + 1 1/n-നേക്കാൾ ചെറുതാണ്. 1/n എപ്സിലോണിനേക്കാളും ചെറുതാണ്. അപ്പൊ 1/n² + 1 എന്ന് പറയുന്നത് എപ്സിലോണിനേക്കാൾ ചെറുതാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി മോഡുലസ് ഓഫ് 1/n² + 1 - 1 എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. മോഡുലസ് ഓഫ് 1/n² 1/n² + 1 - 1. സോറി, അവിടെ -1 അല്ല കേട്ടോ, ഇത് 0 ആണ്. ലിമിറ്റ് 0 എന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോട്ടിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മോഡുലസ് ഓഫ് 1/n² + 1 -0. -0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -0ന് റെലവൻസ് ഒന്നുമില്ല. 1/n² + 1 പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് ഈക്വൽ ടു 1/n² + 1 എന്ന് കിട്ടും. 1/n² + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ആണ്, വിച്ച് ഇസ് ഇൻ ടേൺ ലെസ് ദാൻ എപ്സിലോൺ. അതുകൊണ്ട് ലിമിറ്റ് 1/n² + 1 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ലിമിറ്റ് 3n + 2/n + 1 equal to 3. ഇത് നമ്മൾ മുൻപോട്ട് പോയപ്പോ ഇതിന് നമുക്ക് എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട് അല്ലെ? എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ത്രൂ ഔട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് 3 + 2/n / 1 + 1/n എന്നാവും. എന്നിട്ട് ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്താൽ എനിക്ക് ലിമിറ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 + 2 × 0 / 1 + 1 × 0 എന്നാവും, which is equal to 3/1, which is 3. അങ്ങനെ എനിക്കിത് പ്രൂവ് ചെയ്യാൻ പാടും. നിങ്ങൾ അനാലിസിസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതണം അല്ലെ? അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇതിന്റെ ലിമിറ്റ് 3 ആണെന്ന് പ്രൂവ് ചെയ്യാം. പക്ഷെ ചിലപ്പോ യൂസിങ് ഡെഫിനിഷൻ അല്ലെങ്കിൽ യൂസിങ് ഡയറക്ട്ലി ഫ്രം ദി ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഈ മെത്തേഡും കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. എനിക്ക് മോഡുലസ് ഓഫ് xn - x ആണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ? xn എന്ന് പറഞ്ഞാൽ 3n + 2/n + 1 മൈനസ് x എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3n + 2/n + 1 - 3 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നു? 3n + 2 - 3 × n + 1, അതാണ് -3n - 1 ഡിവൈഡഡ് ബൈ n + 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരുന്നു. ഈ 3n + 1 ഈ 3n-ഉം -3n-ഉം ക്യാൻസൽ ചെയ്തു പോകും. 2 - 1 is 1. അപ്പൊ 1/n + 1 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് ആയി മാറുന്നത്. n ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ n + 1 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ കിട്ടുക? 1/n + 1 ലെസ് ദാൻ 1/n ആണ്. 1/n-ന്റെ കേസിൽ നമ്മൾ ഓൾറെഡി എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? there exists k such that 1/n is less than epsilon for every n greater than or equal to k. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന വിധത്തിൽ എനിക്കൊരു k ചൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വലന്റ് ആണ് എന്നാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ? അതുകൊണ്ട് 3n + 2/n + 1 - 3 will be less than epsilon for every n greater than or equal to k. അതുകൊണ്ട് 3n + 2/n + 1-ന്റെ ലിമിറ്റ് 3 ആണ്. ഇതാ എപ്സിലോൺ ഡെഫിനിഷൻ, എപ്സിലോൺ k ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ആയി പ്രൂവ് ചെയ്തതാണ്. വേറെ മെത്തേഡും ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത പ്രോബ്ലം വരുന്നത് 0 ലെസ് ദാൻ b ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് b ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണെങ്കിൽ b⁻n-ന്റെ ലിമിറ്റ് 0 ആണ് എന്ന് കാണിക്കണം. ഇതിൽ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്ത് ഒരു സ്പെഷ്യൽ ടെക്നിക് ആണ് ചെയ്യാൻ പോകുന്നത്. b പോസിറ്റീവ് ആയതുകൊണ്ട് b⁻n പോസിറ്റീവ് ആണ്. നമ്മൾ പോസിറ്റീവ് nth പവറുകളാണ് എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണ്. മോഡുലസ് ഓഫ് b⁻n -0 എന്ന് പറയുന്നത് അപ്പൊ എന്ത് തന്നെയാവും? -0ന് റെലവൻസ് ഇല്ല, b⁻n പോസിറ്റീവ് ആണ്. അപ്പൊ മോഡുലസ് ഓഫ് b⁻n -0 എന്നുള്ളതിന് പകരം, അതായത് ഈ ടേമിന് പകരമാണ് ഞാൻ എന്ത് എഴുതുന്നത്? b⁻n എന്ന് തന്നെ എഴുതുന്നത്. b⁻n ലെസ് ദാൻ എപ്സിലോൺ ആവാന്നുള്ളതാണ് എന്റെ ആവശ്യം. അതിന് ഞാൻ രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? n log b ലെസ് ദാൻ ലോഗ് എപ്സിലോൺ എന്നാണ് വരുന്നത്. n log b ലെസ് ദാൻ എപ്സിലോൺ ആവണമെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും log b കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇവിടെ നെഗറ്റീവ് ആണ്. എന്താ കാരണം?
1നേക്കാൾ ചെറിയ നമ്പറിന്റെ ലോഗരിതമാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് അല്ലെ. log 1 0 ആണ്. 1നേക്കാൾ താഴെ വരുമ്പോൾ നമുക്ക് bar1 പോയിന്റ് എന്നാണ് വരുന്നത്. അതായത് നെഗറ്റീവ് നമ്പർ ആണ് log ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. സോ വാട്ട് വി ഗെറ്റ് ഇസ് n greater than log epsilon by log b. അപ്പൊ n greater than log epsilon by log b ആയിട്ട് ചൂസ് ചെയ്താൽ എന്ത് കിട്ടും? b raised to n less than epsilon ആയിട്ട് എനിക്ക് കിട്ടും. Therefore ആ k എന്ന് പറയുന്നത് log epsilon by log b യേക്കാൾ വലുതായിട്ട് ചൂസ് ചെയ്താൽ മോഡുലസ് ഓഫ് b raised to n minus 0 less than epsilon ആണ്. അതുകൊണ്ട് b raised to n ന്റെ ലിമിറ്റ് 0 ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ കൺവേർജന്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്തത് അല്ലെ. അപ്പൊ ഡൈവേർജന്റ് ആണെങ്കിൽ അത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് അടുത്തത്. 0 to 0 to എക്സെട്ര എന്നുള്ള സീക്വൻസിൽ ഇൻഫിനിറ്റ്ലി മെനി സീറോസ് ഉണ്ട്. പക്ഷെ ആ സീക്വൻസ് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടേണ്ടത് അല്ലെ. ഇവിടെ ഈവൻ ടേംസ് എന്തായാലും എത്ര വലുതാക്കിയാലും അത് കഴിഞ്ഞ് ഈവൻ ടേംസ് വരുന്നുണ്ട്. ആ ഈവൻ വാല്യൂസിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 0 എന്ന് പറയുന്നത് എന്താ വരിക? മോഡുലസ് ഓഫ് 2 മൈനസ് 0 വിച്ച് ഇസ് 2 എന്നാണ് വരിക. അപ്പൊ ഞാൻ എപ്സിലോണിന്റെ വാല്യൂ 2വിനേക്കാൾ ചെറിയ എന്തെടുത്താലും, ഞാൻ ഇൻ പർട്ടിക്കുലർ ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു 1 എന്നാണ് ചൂസ് ചെയ്യുന്നത്. എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണെങ്കിൽ 2 ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എത്ര വലിയ n എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് സീക്വൻസ് എക്സ് എൻ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യാം? 2വിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അവിടെ ഞാൻ എന്താ എടുക്കണ്ടേ? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 0 എടുക്കേണ്ടത് ഓഡ് വാല്യൂസ് ഓഫ് എന്നിന് എടുക്കുക. ഓഡ് വാല്യൂസ് ആണെങ്കിൽ എക്സ് എന്നിന്റെ വാല്യൂ 0 ആണ്. ലിമിറ്റ് 2 ആണെന്നാണ് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇവിടെ 2 വരും. അപ്പൊ മോഡുലസ് ഓഫ് 0 മൈനസ് 2, അതായത് മോഡുലസ് ഓഫ് മൈനസ് 2 എന്ന് വരും. മോഡുലസ് ഓഫ് മൈനസ് 2 ഇസ് അഗെയിൻ 2 അല്ലെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. അപ്പൊ ഇത് 2വിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനും നമുക്ക് ഇതേ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. ഈവണിന് പകരം ഓഡ് വാല്യൂസ് എടുക്കുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അടുത്ത സെക്ഷൻ വരുന്നത് ടെയിൽസ് ഓഫ് സീക്വൻസസ്. അതിൽ നമ്മൾ എം ടെയിൽ എന്നുള്ള ഡെഫിനിഷൻ, ഇന്ന് തന്നെ നമ്മൾ ഫിബൊനാച്ചി സീക്വൻസുമായിട്ടുള്ള റിലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ 3 ടെയിൽ എന്നുള്ള വാക്കൊക്കെ അവിടെ ഉപയോഗിച്ചു അല്ലെ. എം ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? mth ടേം മുതൽ അങ്ങോട്ടുള്ള ടേംസ് എഴുതുക. അതിനെയാണ് ഞാൻ എം ടെയിൽ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ mth ടേം മുതൽ അങ്ങോട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ടേംസിന്റെ ഓർഡർ മാറ്റാൻ പാടില്ല. ഓർഡർ അതേ ഓർഡർ തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. x1 x2 x3 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് തന്നാൽ അതിന്റെ എം ടെയിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എമ്മിന് ശേഷമുള്ളത്, എം തൊട്ടല്ല കേട്ടോ, സോറി, എമ്മിന് ശേഷമുള്ളത്. അപ്പൊ എക്സ് എം പ്ലസ് 1, എക്സ് എം പ്ലസ് 2, എക്സെട്ര എക്സ് എം പ്ലസ് എൻ എക്സെട്ര എന്ന് വരും. അപ്പൊ 3 ടെയിൽ ഓഫ് 1 ബൈ n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ടേംസ് എക്സ് എം മുതൽ എക്സ് എം പ്ലസ് 1 മുതലാണ്. ഓക്കെ, 3 ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ടേംസ് എഴുതാൻ പാടില്ല, 4ാമത്തെ ടേം മുതലാണ്. ഇപ്പൊ 1, 1/2, 1/3 നമ്മൾ എഴുതിയിട്ടില്ല. 1/4 മുതലുള്ളത് എഴുതുന്നതിനെയാണ് നമ്മൾ 3 ടെയിൽ എന്ന് പറയുന്നത്. വെറുതെ ഒരു എക്സാമ്പിൾ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഒരു സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുക അങ്ങോട്ട് തന്നെയാണ് അതിന്റെ എം ടെയിലും കൺവേർജ് ചെയ്യുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. എം ടെയിൽ എവിടേക്ക് പോയോ അങ്ങോട്ട് തന്നെ സീക്വൻസ് പോകും, സീക്വൻസ് എങ്ങോട്ട് പോയോ അങ്ങോട്ട് തന്നെ എം ടെയിലും പോകും. അങ്ങനത്തെ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഒരു സീക്വൻസ് തന്നെ അത് കൺവേർജന്റ് ആണെന്ന് കാണിക്കാൻ അതിന്റെ എം ടെയിൽ കൺവേർജന്റ് ആണെന്ന് കാണിച്ചാൽ മതി. അതാണ് ഈ തിയറം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്. അതിന് എക്സ് കൺവേർജന്റ് സീക്വൻസ് ആണ് എന്ന് വിചാരിക്കാം. എക്സ് കൺവേർജസ് ടു ക്യാപിറ്റൽ എക്സ് എന്നുള്ള സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് given epsilon greater than 0 there exists k such that for every n greater than or equal to k modulus of xn minus x is less than epsilon. ഇത് കൺവേർജൻസിന്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എം ടെയിൽ സീക്വൻസിനെ സംബന്ധിച്ച് ഈ സീക്വൻസിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ അവിടെ എത്രാമത്തെ ടേം ആയിരിക്കും? n മൈനസ് mth ടേം ആയിരിക്കും അല്ലെ. ഈ സീക്വൻസിന്റെ m പ്ലസ് 1th ടേം അവിടെ ഫസ്റ്റ് ടേം ആണ്, മൈനസ് m ആണ് ചെയ്യുന്നത്. m പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്. അങ്ങനെയല്ലേ പോകുന്നത്.
അപ്പൊ എം ടെയിൽ സീക്വൻസിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ n മൈനസ് mth ടേം ആണ്. അപ്പൊ മൈനസ് എം എന്നുള്ളതല്ലേ സീക്വൻസിന്റെ എത്രാമത്തെ ടേം എന്നുള്ളതിൽ വരുന്ന ഡിഫറൻസ് മൈനസ് എം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കെയുടെ സ്ഥാനത്ത് കെ മൈനസ് എം എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇനീക്വാളിറ്റി എന്തായിട്ട് മാറും? മോഡുലസ് ഓഫ് എക്സ് എം പ്ലസ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി കെ ഗ്രേറ്റർ ദാൻ ഓർ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് എം എന്ന് കിട്ടും. അപ്പൊ സീക്വൻസ് എങ്ങോട്ടാണോ പോണേ അങ്ങോട്ട് തന്നെയാണ് എം ടെയിൽ സീക്വൻസും പോകുന്നത്. ഇതല്ലാതെ തന്നെ നമ്മുടെ ഒരു കോമൺ ലോജിക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? സീക്വൻസിന്റെ ടേംസ് ഒക്കെ ഒരു സ്റ്റേജിന് ശേഷം എക്സിന്റെ നെയ്ബർഹുഡിൽ വരണം. ഒരു സ്റ്റേജിന് ശേഷം എം ടെയിലും സീക്വൻസും രണ്ടും ഒന്നാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ രണ്ടിന്റെയും ലിമിറ്റ് ഒന്നാണ് എന്ന് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മളത് ടെക്നിക്കലി പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആകെ ചെയ്യുന്നത്. ഇനി ഇതിപ്പോ നമ്മൾ ഒരു പാർട്ടാണ് പറഞ്ഞത്, സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ എം ടെയിൽ കൺവേർട്ട് ചെയ്യുന്നു. തിരിച്ച് എം ടെയില് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? മോഡുലസ് ഓഫ് എക്സ് എം പ്ലസ് വൺ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. എം ടെയിലിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സീക്വൻസിന്റെ എത്രാമത്തെ ടേം ആണ്? ഒറിജിനൽ സീക്വൻസില് അവിടെ എം പ്ലസ് വൺത്ത് ടേം ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം അല്ലെ? അപ്പൊ അവിടെ ഫസ്റ്റ് ടേം ആണെങ്കിൽ ഇവിടെ എത്രാമത്തെ ടേം ആണ്? എം പ്ലസ് വൺത്ത് ടേം ആണ്. അവിടുത്തെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എം പ്ലസ് ടൂത്ത് ടേം ആണ്. അപ്പൊ അവിടുത്തെ nth ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ n പ്ലസ് mth ടേം ആണ്. അപ്പൊ കെക്ക് പകരം ഞാൻ എന്തെടുക്കണം? കെ പ്ലസ് എം എന്ന് എടുക്കണം. സോ വാട്ട് വി ഗെറ്റ് ഇസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് എം എന്ന് വരും. ഇപ്പൊ സീക്വൻസ് വന്നിട്ട് എം ടെയിൽ കൺവേർജന്റ് ആണെന്ന് കാണിക്കാൻ കെക്ക് കെ മൈനസ് എം എന്ന് ചൂസ് ചെയ്താൽ മതി. എം ടെയിൽ വന്നിട്ട് സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് കാണിക്കാൻ കെക്ക് പകരം കെ പ്ലസ് എം എന്ന് ചൂസ് ചെയ്താൽ മതി. ഈ രണ്ട് പോയിന്റ് ആണ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത തിയറം പറയുന്നത് ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ ഇഫ് എ എൻ ഇസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 and if for some constant c greater than 0 and some m element of n we have modulus of xn minus x less than or equal to c a n for every n greater than or equal to m, then it follows that limit xn equal to x. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോബ്ലംസിന് വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു തിയറമാണ്. സീക്വൻസ് xn എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്താ ശരിക്കും ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത് അല്ലെ? ആ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണതിന് പകരം ഈ സീക്വൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ. എ എന്ന് പറയുന്നത് വേറൊരു സീക്വൻസ് ആണ്. സി ഇൻറ്റു എ എൻ ആണ് എന്ന് കാണിക്കുന്നു. വേർ സീക്വൻസ് എ എൻ ഇസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് വിച്ച് കൺവേർജസ് ടു 0. അപ്പൊ മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 എന്ന് പറയുന്നതാണ് എന്ത്? ഈ എ എൻ എന്ന് പറയുന്നത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് നമുക്കറിയാം. എപ്സിലോൺ നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ എപ്സിലോണിന് പകരം എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം? എപ്സിലോൺ ബൈ സി എന്ന് ചൂസ് ചെയ്താൽ സി രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് മതി കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ എന്നാണ് തിയറം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൂഫായിട്ട് എഴുതിയിരിക്കുന്നത്. എ എൻ 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഐ ക്യാൻ ഫൈൻഡ് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ സി. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഒരു കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 എന്ന് പറഞ്ഞാൽ എ എൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് എ എൻ എന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എന്ന് കിട്ടും. ഇനി തിയറത്തിൽ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി ആണ് എന്ത്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എ എൻ. അതിൽ എ എൻ പകരം എനിക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എന്ന് എഴുതാം. അപ്പൊ സി ഇൻറ്റു എപ്സിലോൺ ബൈ സി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് കിട്ടി ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് കെ എം. ഈ മാക്സിമം കെ എം എവിടെന്നാ വന്നത്? ഈ ഇനീക്വാലിറ്റി
n m-നേക്കാൾ വലുതാണെങ്കിലേ ട്രൂ ആണ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ആദ്യത്തെ ഇനീക്വാലിറ്റി n k-നേക്കാൾ വലുതാണെങ്കിലേ ട്രൂ ആണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ട്രൂ ആവണമെങ്കിൽ എന്ത് വേണം? n k-നേക്കാളും m-നേക്കാളും വലുതാവണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചൂസ് ചെയ്യുന്നത്? n greater than or equal to maximum of k and m എന്ന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺവേർജൻസ് പ്രൂവ് ചെയ്യാനുള്ള വേറൊരു വഴിയാണ് അത്. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പോസിറ്റീവ് കോൺസ്റ്റന്റ് സി. പോസിറ്റീവ് കോൺസ്റ്റന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസിറ്റീവ് കോൺസ്റ്റന്റ് സി ഇൻറ്റു എ എൻ എന്ന് കാണിച്ചാൽ മതി. വേർ എ എൻ ഇസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിച്ച് കൺവേർജസ് ടു സീറോ. അങ്ങനത്തെ സീക്വൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അല്ലെ. സീക്വൻസ് 1/n എന്ന് പറയുന്ന പോസിറ്റീവ് സീക്വൻസ് ആണ്, സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. 1/2n അതും പോസിറ്റീവ് ആണ്, സീറോയിലേക്ക് കൺവേർജ് ചെയ്യാണ്. 1/n² പോസിറ്റീവ് സീക്വൻസ് ആണ്, സീറോയിലേക്ക് കൺവേർജ് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇത് എന്നെ ഒരുപാട് സഹായിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത് വരുന്നത്. ഇഫ് a greater than 0, prove that limit 1/1 plus na equal to 0. 1/1 plus na ഇത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അതായത് മോഡുലസ് ഓഫ് 1/1 plus na മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പൊ തൊട്ട് മുമ്പത്തെ തിയറം അനുസരിച്ച് എനിക്ക് എന്ത് കാണിക്കാൻ പറ്റിയാൽ മതി? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ എന്ന് കാണിച്ചാൽ മതി അല്ലെ. ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് സി ഇൻറ്റു സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് എ എൻ എന്ന് കിട്ടിയാൽ മതി. അതെനിക്ക് ഇവിടെ വളരെ എളുപ്പം കിട്ടും. എൻ എ എന്ന് പറയുന്നത് എൻ എ പ്ലസ് 1-നേക്കാൾ ചെറുതാണ്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്യാണല്ലോ. അപ്പൊ എൻ എ എന്ന് പറയുന്ന 1 + n-നേക്കാൾ ചെറുതാണ്. റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടുന്നത് 1/n 1 + na ലെസ് ദാൻ 1/n ഇൻറ്റു എ എന്നാണ്. അപ്പൊ തൊട്ടു മുമ്പത്തെ തീരത്തിലെ കോൺസ്റ്റന്റ് സിയുടെ സ്ഥാനത്ത് ഞാൻ 1/a എടുക്കുന്നു. a greater than 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 1/aയും പോസിറ്റീവ് ആണ്. എനിക്ക് c ഈക്വൽ ടു 1/a എന്ന് ചൂസ് ചെയ്യാം. എടുക്കുന്നു. പിന്നെ വരുന്നത് ഏതാണ്? 1/n അല്ലെ. 1/a ഇൻറ്റു 1/n. ഈ സീക്വൻസ് 1/n സീറോയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പൊ മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്താൽ 1/1 + na-യും സീറോയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രോബ്ലം, ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പ്രൂവ് ചെയ്തതാണ്. എങ്ങനെ പ്രൂവ് ചെയ്തേ? നേരത്തെ നമ്മൾ b⁻n ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണമെങ്കിൽ n log b ലെസ് ദാൻ log എപ്സിലോൺ ആണ്. അപ്പൊ n greater than log എപ്സിലോൺ ബൈ log b ആണ്. n അങ്ങനെ ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ ലിമിറ്റ് b⁻n 0 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും വേറെ ഒരു മെത്തേഡിൽ സെയിം ഇനീക്വാലിറ്റി, സെയിം ലിമിറ്റ് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാണ്. അതിനുവേണ്ടി b 0-നും 1-നും ഇടയ്ക്കാണ്. അപ്പൊ 1/b എന്ന് പറയുന്നത് 1-നേക്കാൾ വലുതായിരിക്കും അല്ലെ. b ലെസ് ദാൻ 1 എന്നുള്ള ഈ ഇനീക്വാലിറ്റി ഞാൻ റിവേഴ്സ് ചെയ്യാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ 1/b greater than 1 എന്ന് കിട്ടും. 1/b greater than 1 ആയതുകൊണ്ട് 1/b മൈനസ് 1 എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഞാൻ a ഈക്വൽ ടു 1/b മൈനസ് 1 എന്ന് ചൂസ് ചെയ്യുന്നു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. a ഈക്വൽ ടു 1/b മൈനസ് 1 ആണെങ്കിൽ 1/b ഈക്വൽ ടു a പ്ലസ് 1 എന്ന് വരും, which implies b equal to 1/1 plus a. ഈക്വാലിറ്റി ആണ്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. നോൺ സീറോ ആയതുകൊണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ b equal to 1/1 plus a എന്ന് വന്നു. ഇനി ബെർണോളിസ് ഇനീക്വാലിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബെർണോളിസ് ഇനീക്വാലിറ്റി പറയുന്നത് എന്താണ്? 1 + x whole raised to n greater than or equal to 1 + nx. അതിൽ x-ന്റെ സ്ഥാനത്ത് ഇവിടെ a ആണ്. സോ 1 + a whole raised to n is greater than or equal to 1 + na. രണ്ട് സൈഡിലും ഞാൻ റെസിപ്രോക്കൽ എടുത്താൽ എന്താ കിട്ടുക? 1/1 + a whole raised to n. റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/1 + na. ഈ 1/1 + na എന്തിനേക്കാൾ ചെറുതാണ്? തൊട്ടു മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് 1/a ഇൻറ്റു 1/n-നേക്കാൾ ചെറുതാണ്. അപ്പൊ കോൺസ്റ്റന്റ് സിയുടെ സ്ഥാനത്ത് 1/aയും സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആയി 1/n-ഉം എടുക്കുകയാണെങ്കിൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് b⁻n is equal to 0 എന്നാണ്. ഓക്കെ, ഈ b⁻n ആണ് എന്ത്? 1/1 + a whole raised to n. ഓക്കെ, b equal to 1/1 + a എന്നുള്ള ചോയ്സ് ഉള്ളതുകൊണ്ട്. അടുത്ത പ്രോബ്ലം വരുന്നത് if c greater than 0, prove that limit c raised to 1/n equal to 1. c പോസിറ്റീവ് ആണെങ്കിൽ
സി റേസ് ടു 1/n എന്ന് പറയുന്ന സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. ഇത് ഞാൻ ഇവിടെ 3 കേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ സി 0ക്കും 1നും ഇടയ്ക്കായിരിക്കാം, 1 ആയിരിക്കാം, 1നേക്കാൾ വലുതായിരിക്കാം. അങ്ങനെ 3 സാധ്യതകളുണ്ട് അല്ലെ. അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കേസ് സിമ്പിൾ ആണ്. സി ഈക്വൽ ടു 1 എന്നാണെങ്കിൽ 1ന്റെ ഏത് റാഷണൽ പവർ എടുത്താലും നമുക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ സി റേസ് ടു 1/n എന്ന് പറയുന്ന സീക്വൻസ് 1 1 1 1 എക്സെട്ര എന്നാണ്, കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. അത് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഞാൻ സി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസ് എടുക്കുന്നു. സി 1നേക്കാൾ വലുതെടുക്കുകയാണെങ്കിൽ സിയുടെ എല്ലാ റാഷണൽ പവേഴ്സും 1നേക്കാൾ വലുതാണ്. അപ്പൊ സി റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ 0 ആണ്. സി റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ 1 ആണ്. സി 1നേക്കാൾ വലുതായതുകൊണ്ട് സി റേസ് ടു 1/n ഗ്രേറ്റർ ദാൻ 1 ആണ്. 1നേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എന്തോ ആണ് അല്ലെ. ആ 1 പ്ലസ് അധികം വരുന്നത് എന്താണോ അതിനെ ഞാൻ dn എന്ന് വിളിക്കുന്നു. സി റേസ് ടു 1/n 1നേക്കാൾ വലുതാണ്, അതുകൊണ്ട് അത് 1 പ്ലസ് സംതിങ് ആണ്. ആ പ്ലസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ ഞാൻ dn എന്ന് വിളിക്കുന്നു. സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അല്ലെ. അപ്പൊ ഞാൻ രണ്ട് സൈഡിലും 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ സി മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n dn എന്ന് കിട്ടും. ത്രൂ ഔട്ട് ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സി മൈനസ് 1/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു dn എന്ന് വരും. അത് തന്നെയാണ് ഞാൻ ഇവിടെ തിരിച്ചെഴുതിയിരിക്കുന്നത്. dn ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് 1/n. ഓക്കെ, dn എന്ന് പറഞ്ഞാൽ എന്താണ്? സി റേസ് ടു 1/n മൈനസ് 1, അതാണ് dn അല്ലെ. So c raised to 1/n minus 1 is less than or equal to c minus 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് into 1/n. c ഇവിടെ ഗ്രേറ്റർ ദാൻ 1 കേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. c ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് c മൈനസ് 1 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ into 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. സോ സി റേസ് ടു 1/n എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? 1ലേക്ക് കൺവേർജ് ചെയ്യണം. അപ്പൊ സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സി റേസ് ടു 1/n 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. അടുത്തത് ഒരു കേസും കൂടി ബാക്കിയുണ്ട് അല്ലെ. സി ഈക്വൽ ടു 1ഉം ഗ്രേറ്റർ ദാൻ 1ഉം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് സി 0ക്കും 1നും ഇടയിൽ കിടക്കുന്നു എന്നുള്ള കേസ് കൂടി പ്രൂവ് ചെയ്യണം. 0ക്കും 1നും ഇടയ്ക്കാണ് എങ്കിൽ സി റേസ് ടു 1/n എനിക്ക് എങ്ങനെ എഴുതാം? 1/1 പ്ലസ് hn എന്ന് എഴുതാം. എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? സി 1നേക്കാൾ ചെറുതാണ്. അപ്പൊ സി റേസ് ടു 1/n-ഉം 1നേക്കാൾ ചെറുതാണ്. 1നേക്കാൾ ചെറിയ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1നേക്കാൾ വലുത് എന്നാണ് വരുന്നത് അല്ലെ. 1 ഡിവൈഡഡ് ബൈ 1നേക്കാൾ വലിയ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലാണ് എനിക്ക് 1നേക്കാൾ ചെറുതായി നിൽക്കുന്ന സി റേസ് ടു 1/n കിട്ടുന്നത്. ആ 1നേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് 1 പ്ലസ് hn എന്ന് എഴുതാം ഫോർ സം hn. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? സി റേസ് ടു 1/n is equal to 1/1 plus hn എന്ന് എഴുതിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ ബെർണോളിസ് ഇനീക്വാലിറ്റി തന്നെയാണ് എടുക്കുന്നത്. സോ 1 plus hn whole raised to n is greater than or equal to 1 plus n hn എന്ന് വരുന്നു. രണ്ട് സൈഡിലും റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ 1/1 plus hn whole raised to n less than or equal to 1/1 plus nhn എന്ന് വരും. ഈ 1 plus nhn എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nhn ആണ്. nhന്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ വലുതാവുകയാണല്ലോ. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nhn ആണ്. അവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ 1/nhn എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതാണ് എന്റെ സി അല്ലെ. സി റേസ് ടു 1/n ആയിരുന്നു ഇത്. അപ്പൊ ഇതിന് റേസ് ടു n എടുത്താൽ കിട്ടുന്നതാണ് സി. സോ സി ഈസ് ലെസ് ദാൻ 1/nhn എന്നാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. hn ഞാൻ ഇങ്ങോട്ടും സിനെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യില്ല. സോ ഐ ഗെറ്റ് hn ഈസ് ലെസ് ദാൻ 1/c into n. ഓക്കെ, 1/c ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. 1/n 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഇനി സി റേസ് ടു 1/n മൈനസ് 1നെ എനിക്ക് എങ്ങനെ എഴുതാം? സി റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെയാണ് 1/1 പ്ലസ് hn എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലെ. സോ 1/1 പ്ലസ് hn മൈനസ് 1 എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇത് hn/1 പ്ലസ് hn എന്ന് വരും. hn-നേക്കാൾ വലിയ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ കിട്ടുന്ന ഉത്തരം ചെറുതാവും.
അപ്പൊ ആരാണ് വലുത്? hn ആണ് വലുത്. സോ ദിസ് ഇസ് ലെസ് ദാൻ hn. ഇനി hn ലെസ് ദാൻ 1/cn എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1/c കോൺസ്റ്റന്റ് 1/n സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ്. അതുകൊണ്ട് നമ്മളിപ്പോ പ്രൂവ് ചെയ്ത തിയറം അനുസരിച്ച് ലിമിറ്റ് c⁻1/n ഇസ് ഈക്വൽ ടു 1. അപ്പൊ 3 ഡിഫറെന്റ് കേസസിലും c⁻1/n ന്റെ ലിമിറ്റ് 1 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രോബ്ലം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ലിമിറ്റ് n⁻1/n ഈക്വൽ ടു 1 എന്നുള്ള പ്രോബ്ലം അതുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. c⁻1/n ഒരു കോൺസ്റ്റന്റ് (1/n) ആയിരുന്നു നേരത്തെ. ഇവിടെ വരുന്നത് n⁻1/n. അപ്പൊ നമുക്ക് സെയിം ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ 1/n എന്നുള്ള സീക്വൻസ് തന്നെ വരും അല്ലേ. അപ്പൊ അതിന് പകരം നമ്മളിവിടെ വേറെ ഒരു ടെക്നിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ n⁻1/n എന്നിന്റെ റാഷണൽ പവർ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ n⁻1/n ഗ്രേറ്റർ ദാൻ 1 ആണ്. 1-നേക്കാൾ വലുതാണെങ്കിൽ അതിനെ എനിക്ക് 1 പ്ലസ് സംതിങ് എന്ന് എഴുതാൻ പറ്റും. ആ സീക്വൻസിനെയാണ് ഞാൻ ഇവിടെ kn എന്ന് വിളിച്ചിരിക്കുന്നത്. സോ n⁻1/n ഈക്വൽ ടു 1 പ്ലസ് kn. ഇനി എന്തായിരിക്കും? n⁻1/n ആണ് ഇത് അല്ലെ. സോ n ഈക്വൽ ടു 1 പ്ലസ് kn ഹോൾ റേസ് ടു n. ഇങ്ങനെ കാണുമ്പോൾ ഉടനെ ബെർണോളിസ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ തോന്നും. ഇവിടെ സ്പെഷ്യൽ കേസ് ആണ്. ഇവിടെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബെർണോളിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം ആണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. a+b ഹോൾ റേസ് ടു n-ന്റെ എക്സ്പാൻഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. a+b ഹോൾ റേസ് ടു n-ന്റെ എക്സ്പാൻഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. a+b ഹോൾ റേസ് ടു n-ന്റെ എക്സ്പാൻഷൻ എന്താണ്? a⁻n പ്ലസ് nc1 a⁻n1b പ്ലസ് nc2 a⁻n2b സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരുന്ന ലാസ്റ്റ് b⁻n വരും അല്ലെ. അഥവാ 1 പ്ലസ് x ഹോൾ റേസ് ടു n-ന്റെ എക്സ്പാൻഷൻ അത് എന്നും വിചാരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 1 പ്ലസ് n into x plus nc2 into x square plus etc plus ncn into x raised to n എന്ന് വരില്ലേ. ആ ഫോർമുല ഉപയോഗിക്കാം. a+b യുടെ സ്പെഷ്യൽ കേസ് ആണ് 1 plus x എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എക്സ്പാൻഷൻ എഴുതി. ഈ എക്സ്പാൻഷനിലെ എല്ലാ ടേംസും പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇതിലെ 2 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മിനേക്കാൾ ചെറുതായിരിക്കും. കുറെ പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യാണ്. അപ്പൊ അതിൽ 2 എണ്ണം മാത്രം ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരത്തിനേക്കാൾ വലുതായിരിക്കും കൂടുതൽ ടേംസ് ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം. അപ്പൊ ഇതായിരിക്കും 2 ടേംസിന്റെ സമ്മിനേക്കാൾ വലുത്. ഞാൻ ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേംസിന്റെ സം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് n into n-1/2 kn സ്ക്വയർ എന്ന് കിട്ടും. ഇത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ 1-നെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ n-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n into n-1/2 kn സ്ക്വയർ എന്ന് കിട്ടി. രണ്ട് സൈഡിലും എനിക്ക് n ഈക്വൽ ടു 1 അല്ലെങ്കിൽ അഥവാ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എനിക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? രണ്ട് സൈഡിലും n-1 ക്യാൻസൽ ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടുന്നത് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 into kn സ്ക്വയർ എന്ന് വരും. n/2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2/n ആവും. സോ 2/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kn സ്ക്വയർ. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? kn സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n എന്ന് എഴുതാം. ഓക്കെ. ഇപ്പൊ kn സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n ആണെങ്കിൽ kn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? √2/√n അഥവാ √2/n എന്ന് കിട്ടും. ഇനി n⁻1/n - 1 എന്ന് പറയുന്നതാണ് എന്ത്? kn. അങ്ങനെയാണ് ഞാൻ kn ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. So modulus of n⁻1/n - 1 is equal to kn and kn is less than or equal to √2/n എന്ന് പറഞ്ഞാൽ √2 into 1/√10 എന്നുള്ള സീക്വൻസ്. √2 കോൺസ്റ്റന്റ് ആണ്. 1/√10 സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അപ്പോൾ നമ്മുടെ തിയറം മോഡുലസ് ഓഫ് xn - x less than or equal to CAN and an converges to 0, c greater than 0 is a positive constant, implies that sequence xn converges to x. അതായത് n⁻1/n 1-ലേക്ക് കൺവേർജ് ചെയ്യുന്നു. ലിമിറ്റ് n⁻1/n ഈക്വൽ ടു 1. ഇത്രയുമാണ് ആ സെക്ഷനിൽ വരുന്നത്.